الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل الله أعبد مخلصا له ديني فاعبدوا ما شئتم من دوني قل إن الخاسرين الذين خسروا أنفسهم وأهليهم يوم القيامة ألا ذلك هو الخسران المبين സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന് ഉണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹിദുകളുമായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം അസ്-സുമർ, അതിലെ 2 വചനങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. 14-15 വചനങ്ങൾ. ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും നഷ്ടം സംഭവിക്കുന്നത് സഹിക്കാൻ കഴിയാത്തവരാണ്. അത് കച്ചവടത്തിലായിരുന്നാലും, കൃഷിയിലായിരുന്നാലും, തൊഴിലുകളിലായിരുന്നാലും, പഠനത്തിലായിരുന്നാലും, പരീക്ഷയിലായിരുന്നാലും, മത്സരങ്ങളിലായിരുന്നാലും, ഏത് തലത്തിലായാലും പരാജയമോ നഷ്ടമോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഊട്ടപ്പെട്ടവരാണ് നാം. അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ശാശ്വത ജീവിതത്തിൽ, മരണാനന്തര ജീവിതത്തിൽ നഷ്ടം സംഭവിക്കുന്നതിനെ കുറിച്ച്, അവിടെ പരാജയം സംഭവിക്കുന്നതിനെ കുറിച്ച് എത്ര ഉത്കണ്ഠയുണ്ട് നമുക്കെല്ലാവർക്കും എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന വചനങ്ങളിൽ ഒരു വചനമാണ്, 2 വചനമാണ് ഞാൻ ഓതി വെച്ചത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 വചനങ്ങളിൽ ആദ്യത്തെ വചനത്തിൽ അള്ളാഹുവിനെ ആരാധന ചെയ്യുക എന്നുള്ളത് ഊന്നി പറയുകയാണ് ചെയ്യുന്നത്. ഖുൽ, പ്രവാചകരെ പറയുക, അല്ലാഹ അഅ്ബുദു, ഞാൻ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുക. മുഖ്ലിസൻ ലഹു ദീനി, എൻ്റെ കീഴ്വണക്കം അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് ഒരു കുറ്റവും ഇല്ലാത്ത നിലയിൽ കറ കളഞ്ഞ രൂപത്തിലാണ് ഞാൻ എൻ്റെ റബ്ബിനെ
അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയുക. ഫഅ്ബുദൂ മാ ശിഅ്തും മിൻ ദൂനി, അവന് പുറമെ നിങ്ങൾക്ക് എന്തൊക്കെ വസ്തുക്കളെ ആരാധിക്കാൻ കഴിയുമോ അത് നിങ്ങൾ ആരാധിച്ചോളൂ, പക്ഷെ ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം പറയുന്നതാണ് നമ്മുടെ വിഷയം. കുൽ പറയുക പ്രവാചകരെ, ഇന്നൽ ഖാസിരീന, തീർച്ചയായും നഷ്ടകാരികൾ, അല്ലദീന ഖസിറൂ അൻഫുസഹും, അവരെ തന്നെ നഷ്ടത്തിൽ അകപ്പെടുത്തിയവരാണ്, സ്വന്തത്തെ തന്നെ നഷ്ടത്തിൽ അകപ്പെടുത്തിയവരാണ്, വാഹിലീഹിം, അവരുടെ കുടുംബക്കാരെയും അവരുടെ ആളുകളെയും നഷ്ടത്തിൽപ്പെടുത്തിയവരാണ്. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. അല, അറിയുക, ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, വളരെ വ്യക്തമായ നഷ്ടം അത് മാത്രമാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. ഇതാണ് ഈ വചനങ്ങളുടെ സാരം. ഞാൻ സൂചിപ്പിച്ചു നഷ്ടങ്ങളെ സംബന്ധിച്ച്. ഇവിടെ പറഞ്ഞത് സ്വന്തത്തിനും അവരുടെ കുടുംബക്കാർക്കും ആളുകൾക്കും ഒക്കെ നഷ്ടം വരുത്തി വെക്കുന്നവരാരോ അവരാണ് പരലോകത്ത് ഏറ്റവും കൂടുതൽ വലിയ നഷ്ടകാരികൾ എന്ന ഒറ്റ വചനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. ഇങ്ങനെ ഓതുമ്പോൾ കാണുന്ന ഖാസിരീൻ എന്ന പ്രയോഗം പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഖുസ്റാൻ എന്ന പ്രയോഗം ഉണ്ടാകാറുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഖസിറ, ഖസിറു, യഖ്സുറു, ഖുസ്ർ തുടങ്ങിയിട്ടുള്ള ഈ നഷ്ടം എന്നർത്ഥം വരുന്ന വാക്കുകളുടെ പലതരത്തിലുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഇനിയെങ്കിലും പാരായണം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നുണർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ നഷ്ടകാരികൾ ആരാണ് ഖിയാമത്ത് നാളിൽ എന്ന് ഖുർആനിലുടനീളം പറയുന്നുണ്ട്. പല സ്വഭാവങ്ങളും. അതിൽ ഏതെങ്കിലുമൊക്കെ നാം പെട്ടിട്ടുണ്ടോ അതിൽ എന്നൊരു പരിശോധന. ചില പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ ഖുർആൻ എടുത്തു പറഞ്ഞ് എല്ലാം കൂടി പറയാൻ സമയം അനുവദിക്കുകയില്ല. അതിൽ ആ സ്വഭാവം നമ്മളിൽ ഉണ്ടോ എന്നുള്ളൊരു പരിശോധന. അതിലൊന്ന്, വമൻ യത്തഖിദി ശൈത്വാന വലിയ്യം മിൻ ദൂനില്ലാഹി ഫഖദ് ഖസിറ ഖുസ്റാനം മുബീന യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറ. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു രംഗമാണ് ആ പറയുന്നത്. ഖിയാമത്ത് നാളിൽ നഷ്ടം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പരലോക വിജയം നഷ്ടപ്പെടുക, സ്വർഗപ്രാപ്തി ഇല്ലാതാവുക, സ്വർഗലഭ്യത ഇല്ലാതാവുക, ഇതൊക്കെയാണ് അവിടുത്തെ നഷ്ടം എന്ന് പറയുന്നത്. അതിന് കാരണമായി തീരുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ പറഞ്ഞത്. ആരെങ്കിലും പിശാചിനെ മിത്രമാക്കി സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ കൂടാതെ പിശാചിനെ രക്ഷാകർത്താവായി അല്ലെങ്കിൽ അവന്റെ മിത്രമായി ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ ഫഖദ് ഖസറ ഖുസ്റാനം മുബീന, ഒരു സംശയവും വേണ്ട, അവൻ വ്യക്തമായ നഷ്ടത്തിലായിരിക്കും. എന്താണ് പിശാച് ചെയ്യുക? യഇദുഹും, അവൻ കരാറ് ചെയ്യുന്നു. വയുമന്നീഹിം, അവൻ വ്യാമോഹിപ്പിക്കുന്നു. ഇതാണ് പിശാചിന്റെ പണി. വമാ യഇദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറ, പിശാചിന്റെ വാഗ്ദാനം വഞ്ചന, ചതി മാത്രമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. സൂറത്തുൻ നിസായിലെ 119, 120 വചനങ്ങളാണ്. അതാണോ നമ്മൾ? പിശാചാണോ നമ്മുടെ മിത്രം, നമ്മുടെ രക്ഷാധികാരി? അതല്ല, അള്ളാഹു ആണോ? അള്ളാഹു ആണെങ്കിൽ നമുക്ക് നഷ്ടം ഉണ്ടാവില്ല, അല്ലേ? നഷ്ടകാരികളായിരിക്കും. കാരണം പിശാച് നമ്മളുടെ ആ ജന്മ ശത്രുവാണ്. എത്രയോ സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറഞ്ഞത്. നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച്, ആദമിനെ കുറിച്ചും ഹവ്വായിനെ കുറിച്ചും പരാമർശിക്കുന്നിടത്തും അതെല്ലാം വിശദീകരിച്ചതിന് ശേഷം പിശാചിനെ കരുതിയിരിക്കാൻ പറയുന്ന നമുക്ക് കാണാൻ കഴിയും. പിന്നെ സൂറത്തുൽ ബഖറയിലെ 118 വചനത്തിൽ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാചിന്റെ കാൽപാദങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്, ഇന്നഹു അദുവ്വും മുബീൻ, അവൻ വ്യക്തമായ പ്രകടമായ ശത്രുവാകുന്നു എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുപോലെ ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, സൂറത്തുൽ ഫാത്തിറിലെ 6-ാമത്തെ വചനം. ഇന്ന ശൈത്താന ലക്കും അദു, പിശാച് നിങ്ങൾക്ക് ശത്രുവാണ്, അതുകൊണ്ട് ഫത്തഖിദൂഹു അദുവ്വ, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ ഗണിക്കണം. ഇന്നമാ യദ്ഉ ഹിസ്ബഹു, അവൻ അവന്റെ കക്ഷിയെ, അവന്റെ പാർട്ടിയെ, അവന്റെ ഒപ്പമുള്ളവരെ, അവന്റെ പക്ഷക്കാരെ അവൻ ക്ഷണിക്കുന്നത് ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ,
നരകാവകാശികളാകാൻ വേണ്ടിയാണ് അവൻ കൂട്ടിക്കൊണ്ടുപോവുക. അതുകൊണ്ട് കരുതിക്കോ പിശാചിനെ. അപ്പൊ പിശാചിനെ മിത്രമായി സ്വീകരിക്കുന്നവർ വലിയ നഷ്ടത്തിലാണ് എന്നാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കിയത്. രണ്ടാമത്, അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവുമായി ചെയ്യുന്ന ഉടമ്പടികളും അള്ളാഹുവിന്റെ പേരിൽ ചെയ്യുന്ന ഉടമ്പടികളും കരാറുകളും അത് ലംഘിക്കുകയും അള്ളാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുഴുവനും തകർക്കുകയും ചെയ്യുന്നവരാരോ അവർ വലിയ നഷ്ടകാരികളാണെന്നാണ് ഖുർആൻ പറയുന്നത്. സൂറത്തുൽ ബഖറയിലെ 27-ാമത്തെ വചനം, അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലാഹുവുമായി ചെയ്ത ഉടമ്പടി, അല്ലാഹുവുമായി ഉള്ള ഉടമ്പടി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ആരാധിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾ ശിരസാ വഹിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ളാമെന്നാണ്. അത് ലംഘിക്കുന്നതോടുകൂടി എല്ലാം തകരുകയാണ്. ഒന്ന്. രണ്ടാമത്, അള്ളാഹുവിനെ മുൻനിർത്തി നമ്മൾ പരസ്പരം കരാറുകൾ ചെയ്യാറുണ്ട്, ഉടമ്പടികൾ ചെയ്യാറുണ്ട്. എന്നിട്ട് അത് ലംഘിക്കാറുമുണ്ട്, പാലിക്കാറുമുണ്ട്. ലംഘിക്കുകയാണ് എങ്കിൽ നഷ്ടകാരിയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞത് ബന്ധങ്ങളെ മുറിക്കുന്നവനാണ്. എന്താ പറഞ്ഞ പ്രയോഗം? കൂട്ടിച്ചേർക്കാൻ അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവൻ. കുടുംബ ബന്ധം മാത്രമല്ല, അയൽപക്ക ബന്ധമുണ്ട്, ആദർശ ബന്ധമുണ്ട്, മനുഷ്യർ തമ്മിലുള്ള ബന്ധമുണ്ട്, സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ഇതൊക്കെ ബന്ധങ്ങളാണ്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ബന്ധമാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത്. അത് മുറിക്കുക, ആദർശബന്ധം മുറിക്കുക, സ്നേഹബന്ധങ്ങൾ മുറിക്കുക, മനുഷ്യർ തമ്മിലുള്ള നല്ല ബന്ധങ്ങൾ മുറിക്കുക. അങ്ങനെ ജീവിക്കുന്നവർ അതോടൊപ്പം തന്നെ വയുഫ്സിദൂന ഫിൽ അർദ്, അതിലൂടെ സംഭവിക്കുന്നത് എന്താ? ഭൂമിയിൽ ഫസാദ് ഉണ്ടാകും. ബന്ധങ്ങൾ തകരുന്നതിലൂടെ സംഭവിക്കുന്നത് കുഴപ്പമാണ്. വയുഫ്സിദൂന ഫിൽ അർദ്. എന്നിട്ട് അള്ളാഹു പറയുന്നു അവർ നഷ്ടകാരികളാണ്. ഉണ്ടോ ഈ സ്വഭാവം എനിക്കോ നിങ്ങൾക്കോ? ഒന്ന് പരിശോധിച്ചു നോക്കുക. എങ്കിൽ പരലോകം നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ഏറ്റവും ശുദ്ധമായ സംശുദ്ധമായ സന്ദേശമാണ് അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഈ സന്ദേശം, അവന്റെ മാർഗം. ആ മാർഗത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മറ്റുള്ളവരെ തടയുക, അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് മോശമായ രൂപത്തിൽ വിലയിരുത്തുക, അതിന് വക്രത ആഗ്രഹിക്കുക, മോശപ്പെടുത്താനുള്ള ഭഗീരഥ യജ്ഞം നടത്തുക. അങ്ങനെ ചെയ്യുന്നവരാരോ അവർ നഷ്ടകാരികളാണ്, അവർ അക്സരീങ്ങളാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഖാസിറും അക്സറും തമ്മിലുള്ള വ്യത്യാസം, ഖാസിർ എന്ന് പറഞ്ഞാൽ നഷ്ടകാരി എന്നേ അർത്ഥമുള്ളൂ. ഏതുപോലെ കബീർ എന്ന് പറഞ്ഞാൽ വലിയവൻ എന്നർത്ഥം. അതേസമയം അക്ബർ എന്ന് പറഞ്ഞാലോ ഏറ്റവും വലിയവൻ എന്നാണ് അർത്ഥം. അതുപോലെ ഖാസിർ എന്ന് പറഞ്ഞാൽ നഷ്ടകാരി എന്നർത്ഥം. അക്സർ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ നഷ്ടകാരി ആരാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നവർ, ആ മാർഗം മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർ, അതിനുവേണ്ടി അഹോരാത്രം യത്നിക്കുന്നവർ ഒക്കെ മുസ്ലിം നാമധാരികൾ തന്നെ നമുക്ക് കാണാൻ കഴിയുമല്ലോ എന്ന് മാത്രമേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ അതിനെക്കുറിച്ച്. അപ്പൊ അതിന് ശ്രമിക്കുന്നവരാരോ ലാ ജറം, ഒരു സംശയവും വേണ്ട, അന്നഹും അവർ ഫിൽ ആഖിറതി ഹുമുൽ അഖ്സറൂൻ, അവരാണ് പരലോകത്തെ ഏറ്റവും വലിയ നഷ്ടകാരികൾ. ഗൗരവമുള്ള ഒരു കാര്യം അത്. കാരണം മതത്തെ പുച്ഛിക്കുന്നവർ, മതത്തിന്റെ പേര് വെച്ച് ജീവിക്കുന്നവർ തന്നെ മതത്തെ പുച്ഛിക്കുന്നവർ, എന്ത് അല്ലാഹ്, എന്ത് പരലോകം, എന്ത് ഖുർആൻ, എന്ത് പ്രവാചകൻ, ഇതൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഈ മഹത്തായ സന്ദേശത്തെ, അള്ളാഹുവിന്റെ മാർഗത്തെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ആ പ്രവണത ഇന്ന് ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് മറക്കരുത് നമ്മൾ. അതുകൊണ്ട് ആ കെണിയിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല, നമ്മളോ നമ്മളുടെ സന്തതികളോ പെട്ടുപോകാൻ പാടില്ല എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുക. ഇനി മറ്റൊന്ന്, നമ്മൾ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്. പരലോകത്തെത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊന്ന് തൂക്കി നോക്കും, എത്രത്തോളം ഉണ്ട് ഇവന്റെ അമലുകൾ എന്ന്. ആ അമലുകൾ അങ്ങനെ തൂക്കി നോക്കും. അതിനാണ് മീസാൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, വിശ്വസിച്ചേ പറ്റൂ. അപ്പൊ ആ സന്ദർഭത്തിൽ ഫമൻ സഖുലത്ത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആരുടെ നന്മകളുടെ തുലാസാനോ ഖനം തൂങ്ങുന്നത് അവൻ വിജയിക്കും. വമൻ ഖഫത്ത് മവാസീനുഹു,
ആരുടെ നന്മകളുടെ പിന്നെ 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 മീസാനാണോ ഖനം കുറയുന്നത്, ഉലൈകല്ലദീന ഖസിറു അൻഫുസഹും, അവൻ നഷ്ടകാരിയായിരിക്കും. അപ്പൊ അമലുകൾ, സൽക്കർമ്മങ്ങളാണ് കൂടുതൽ നമുക്ക് വേണ്ടത്. അതിന് വിരുദ്ധമായി മോശമായ കർമ്മങ്ങളാണ് നാം വാരിക്കൂട്ടുന്നത് എങ്കിൽ നഷ്ടകാരികളായി തീരും എന്നുള്ള മുന്നറിയിപ്പാണ് ഈ വചനം നടത്തുന്നത്. മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്, സമ്പത്തും സന്താനങ്ങളും എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. അത് അനുഗ്രഹം തന്നെയാണ്. അതില്ലാതാകുമ്പോഴേ ആ അനുഗ്രഹത്തിന്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നമ്മളെ അശ്രദ്ധമാക്കി കളയുക, നമ്മൾ നഷ്ടകാരികളായിരിക്കും. ഏറെ പരിചിതമുള്ള ഒരു വചനമാണല്ലോ സൂറത്തുൽ മുനാഫിഖൂനിലെ ആ വചനം, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. പരിചിതമാണത് ആശയം പോലും. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സന്താനങ്ങൾ അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധമാക്കി കളയരുത്. നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ ചെയ്താൽ അവർ നഷ്ടകാരികളാണ്. അപ്പൊ സമ്പത്തും സന്താനങ്ങളും എന്ന് പറയുന്നത് അനുഗ്രഹമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞതുപോലെ തന്നെ സമ്പത്തും സന്താനങ്ങളും പരീക്ഷണമാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങളും ഇണകളും നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇതൊക്കെ ഖുർആന്റെ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഓരോന്നിനും അതിൻ്റെതായ ഗൗരവവും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് ഒന്നും നമ്മളെ തടഞ്ഞു നിർത്തുന്ന അവസ്ഥ, അശ്രദ്ധമാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഉണ്ടായാൽ അത് അപകടത്തിലേക്കാണ് പോവുക, നഷ്ടകാരികളായി തീരും എന്ന് ഓർമ്മിപ്പിക്കുന്നു. വേറൊന്ന് നമുക്ക് കാണാൻ കഴിയുന്ന സൂറത്ത് അൻഫാലിലെ 37-ാമത്തെ വചനം വളരെ ശ്രദ്ധേയമാണ്. അതെന്താണ്? ഇവിടെ വെച്ച് നമ്മൾ നന്മയും ചെയ്യുന്നുണ്ട്, തിന്മയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്മകളും ഉണ്ട്, തിന്മകളുമുണ്ട്. പരലോകത്തെത്തുമ്പോൾ ഈ തിന്മകളെല്ലാം കൂടി ഇങ്ങനെ ഒരു കുന്നായി കൂമ്പാരമായി കൂടുന്ന, ഒന്നിനുമേൽ മറ്റൊന്നായി കൂമ്പാരമായി ഇങ്ങനെ കൂടുക. ലിയമീസല്ലാഹുൽ ഖബീസ മിനത് ത്വയ്യിബ് വയജഅലൽ ഖബീസ ബഅദഹു അലാ ബഅദിൻ ഫയർകുമഹു ജമീഅ ഫയജഅലഹു ഫീ ജഹന്നം ഉലൈക ഹുമുൽ ഖാസിറൂൻ. ഇങ്ങനെ ഒന്നിനു മീതെ ഒന്നായിട്ട് തിന്മകളെല്ലാം കൂടെ ഇങ്ങനെ അട്ടിയാക്കപ്പെടുക, എന്നിട്ട് അത് കൂമ്പാരമാക്കി അതിന്റെ തൽഫലമായി നരകത്തിലേക്ക് എറിയപ്പെടുക. അവർ നഷ്ടകാരികളാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നന്മകൾ പരമാവധി അധികരിപ്പിക്കുക, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക. തിന്മകൾ സംഭവിച്ചാൽ ഉടൻ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ഉണ്ടാവുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക, കൂടുതൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ആ നിലയിലാകാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് ആ വചനം നമുക്ക് നൽകുന്ന സന്ദേശം, നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. പിന്നൊന്ന്, വിശുദ്ധ ഖുർആൻ ഒരേ ഒരു സ്ഥലത്താണ് ഖസ്റത് ദുനിയാ വൽ ആഖിറ എന്ന് പറഞ്ഞ പ്രയോഗം. അത് സൂറത്തുൽ ഹജ്ജിലാണ്. ഖസ്റത് ദുനിയാവൽ, ഇതുവരെ പറഞ്ഞ പരലോകത്തുള്ള നഷ്ടത്തെ കുറിച്ചാണ്. ഇവിടെ പറയുന്നത് ഖസ്റത് ദുനിയാ വൽ ആഖിറ, ദുനിയാവും ആഖിറവും നഷ്ടത്തിലാവും എന്ന ഒരു പ്രയോഗം. അത് സൂറത്തു ഹജ്ജിലെ 11-ാമത്തെ വചനമാണ്. അതാരാണത്? വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ് ഫഇൻ അസാബഹു ഖൈർ ഇത്മഅന്ന ബിഹി വഇൻ അസാബതുഹു ഫിത്ന ഇൻഖലബ അലാ വജ്ഹിഹി ഖസ്റത് ദുനിയാ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ആ വചനം സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ദുനിയാവും ആഖിറവും നഷ്ടമാണെന്ന് അവിടെ പറയാൻ കാരണം. അതെന്താണ്? വമിനൻ നാസി, ജനങ്ങളിലുണ്ട്, മൻ യഅ്ബുദുല്ലാഹ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവർ, ആരാധിക്കുന്നവർ, അലാ ഹർഫിൻ, ഒരു തെല്ലത്ത്, ഒരു വക്കിലിരുന്നു കൊണ്ട്. എന്നുവെച്ചാൽ അള്ളാഹു ആരാണ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാതെ എന്തൊക്കെയോ ചെയ്തിങ്ങനെ പോവുക. അങ്ങനെ ഒരു അറ്റത്തിരുന്നു കൊണ്ട്, ഒരു വക്കിലിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നവർ ജനങ്ങളിലുണ്ട്. എന്താണ് അവരുടെ സ്വഭാവം? ഫൈൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി, ജീവിതത്തിൽ നന്മയും ഖൈറും നേട്ടവും ഒക്കെ ഉണ്ടായാൽ അവൻ അങ്ങേയറ്റം സമാധാനമുള്ളവനായി മാറും. വഇൻ അസാബതുഹു ഫിത്ന, അവന്റെ ജീവിതത്തിൽ വല്ല പരീക്ഷണവും
വന്നു ഭവിച്ചാലോ, അഭിമുഖീകരിക്കേണ്ടി വന്നാലോ, ഇൻഖലബ അലാ വജ്ഹി, അവൻ മുഖം കുത്തി മറിയും എന്ന് പറഞ്ഞാൽ അസ്വസ്ഥനാകും, എല്ലാം ഇട്ടെറിഞ്ഞ് അവന്റെ പാട്ടിലേക്ക് പോകും എന്നർത്ഥം. ഖുർആൻ പറയുന്നു ഖസിറദ് ദുനിയാ വൽ ആഖിറ, ഇവൻ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവനാണ്. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് വ്യക്തമായ നഷ്ടം. ഇവിടെ എന്താ അതും രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഓരോ രംഗത്തെ കുറിച്ചാണ്. നല്ല അവസ്ഥ, നല്ല ഭക്ഷണം, നല്ല പാർപ്പിടം, നല്ല വസ്ത്രം, നല്ല സാഹചര്യങ്ങൾ, സമ്പത്ത് എല്ലാം ഉണ്ട്. അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോകുമ്പോൾ സമാധാനമായി, അതായിരിക്കും മനസ്സ് മുഴുവനും. അതേസമയം ആ പോണ പോക്കിൽ ഒരു രോഗം വന്നു, ഒരു ആക്സിഡന്റ് വന്നു, സമ്പത്ത് കുറെ നഷ്ടപ്പെട്ടു, എന്തെങ്കിലും മോശമായ രൂപത്തിൽ പ്രയോഗിക്കപ്പെട്ടു, ആ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു സംഗതി വന്നു വരുന്നതോടുകൂടി ഒരു ദുഃഖം പിടികൂടി, ഒരു പ്രയാസം വന്നു ഭവിച്ചു. അതോടുകൂടി എന്താ ചെയ്യുക? ഞാൻ ഇത്രയൊക്കെ നല്ല കാര്യം ചെയ്തിട്ടും അള്ളാഹ് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് മാറും. പിന്നെ സ്ഥിരമായി ജമാഅത്തിന് വന്നവനെ ജമാഅത്തിന് പള്ളിയിൽ കാണൂല, നിസ്കരിച്ചവനെ നിസ്കാരത്തിന് കാണൂല, നോമ്പ് അനുഷ്ഠിച്ചവനെ അതിൽ കാണൂല, ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നവനെ അതിൽ ഒട്ടും കാണൂല. കാരണം ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയാണല്ലോ എന്നുള്ള മനോഭാവം. ഇതാണ് ദുന്യാവ് അവിടെ നഷ്ടപ്പെടുകയാണ്. കാരണം ജീവിതത്തിൽ പലതും സംഭവിക്കും. അതിനെ അതിജയിച്ചു പോകാനുള്ള തന്റെ ഇടം ആർജിക്കലാണ് ഒരു മനുഷ്യന്റെ ബാധ്യത, ഒരു വിശ്വാസി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അത് ചെയ്യാതെ ഇവിടവും പോവും. പിന്നെയോ ഈ ജാതി സ്വഭാവം വരുന്നതോടുകൂടി അവിടെയും പോകും, പരലോകവും പോകും. ഖസിറദ് ദുനിയാ വൽ ആഖിറ. ഒരിക്കലും അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. തന്നെയുമല്ല, ഇതിനെ തുടർന്നുകൊണ്ട് പറയുന്നത്, ഇതിലെന്താ സംഭവിക്കുന്നറിയാം? അള്ളാഹുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ട്, അവന്റെ അനുഗ്രഹങ്ങളുടെ ആഴം തിരിയാത്തത് കൊണ്ട്, നമ്മുടെയൊക്കെ ചെയ്ത നിമിത്തമായിരിക്കും എന്തെങ്കിലും വന്ന് ഭവിക്കുക, അതിനും കുറ്റം നമ്മൾ അള്ളാനെ പറയും. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് മാറി അള്ളാനെ തന്നെ കൈവിടുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇൻഖലബ അലാ വജ്ഹി, അവനവന്റെ പാട്ടിന് പോകുന്ന, മലയാളത്തിൽ പറഞ്ഞാല് പിന്നെ ചെയ്തൊന്നും ഉണ്ടാവൂല, എല്ലാം ഇട്ടെറിയും അവൻ. തന്നെയുമല്ല, അങ്ങനെ ഒരു അവസ്ഥ എത്തുമ്പോൾ യദ്ഊന മിൻ ദൂനില്ലാഹി മാ ലാ യദുറു വമാ ലാ യൻഫഉ ദാലിക ഹുവൽ ളലാലുൽ ബഈദ്. അതുവരെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് എല്ലാം അവനിൽ സമർപ്പിച്ച് ജീവിച്ചിരുന്ന അവൻ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യദ്ഊ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉഹു, ഉപകാരം ചെയ്യാത്തവയും ഉപദ്രവം ചെയ്യാത്തവയും അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ദാലിക ഹുവൽ ളലാലുൽ ബഈദ്, അതാണ് വളരെ വിദൂരമായ വഴികേട്. തന്നെയുമല്ല യദ്ഊ ലമൻ ദർറുഹു അഖ്റബു മിൻ നഫ്ഇ, ഉപകാരത്തെക്കാൾ ഉപദ്രവം ഏറ്റവും അടുത്ത് വരുന്നവരെയാണ് അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പറയുന്നു ലബിസൽ മൗലാ വലബിസൽ അശീർ, അത് എത്ര മോശമായ ചീത്തയായ അധികാരിയാണ്, മിത്രമാണ്, അല്ലെങ്കിൽ എത്ര മോശമായ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഖുർആനിലെ വചനം. ശ്രദ്ധിക്കണം, നമ്മൾ ഇതൊക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വരും. അപ്പം എപ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വചനമില്ലേ, ഒരു പ്രവാചക വചനം, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്താണത്? ഇൻ അസാബത്തുഹു സറാഉ ശക്ര, സന്തോഷകരമായ, ഏറ്റവും അവന് ആനന്ദകരമായ പലതും അവന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അള്ളാഹുവിനെ മറക്കാതെ ശുക്ർ ചെയ്ത് ജീവിക്കും. അതേസമയം അസാബത്തുഹു ലറാഉ, എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവനെ വേട്ടയാടുമ്പോൾ സ്വബറ, അവൻ ക്ഷമിക്കുകയും അതിജയിക്കുകയും സംയമനത്തോടെ നേരിടുകയും ചെയ്യും. അതും അവന് ഗുണമാണ്. ഇങ്ങനെയുള്ള വിശ്വാസിയെ കുറിച്ചാണ് അജബൽ ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെയുള്ള അത്ഭുത വിശ്വാസികളാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞ ഖുർആനിൽ പറഞ്ഞ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. നീ ഏറ്റവും അവസാനം ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരധ്യായം, എല്ലാവർക്കും അറിയാവുന്ന ഒരു അധ്യായം, 103-ാമത്തെ അധ്യായം, അതിലെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. 103-ാമത്തെ അധ്യായം സൂറത്തുൽ അസ്റാണ്. ആരാണ് നഷ്ടത്തിൽ എന്ന് കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്. നേരത്തെ ചില സ്വഭാവങ്ങൾ പറഞ്ഞു.
വിശ്വാസവുമായി ബന്ധപ്പെടുന്ന, വിശ്വാസികളുമായി ബന്ധപ്പെടുന്ന, കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഇത് മൊത്തത്തിലുള്ള നഷ്ടത്തെ കുറിച്ചാണ് പറയാം. 4 കാര്യങ്ങൾ ഇല്ലേ നഷ്ടത്തിലാണ്. ഏതൊക്കെയാണത്? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ. വിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായമാണ്. 3 വചനങ്ങൾ മാത്രമുള്ള അധ്യായം. ഈ ഒരൊറ്റ അധ്യായത്തെ കുറിച്ച് മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞത്, ഖുർആനിൽ നിന്ന് വേറെ ഒരു വചനവും അവതരിച്ചില്ലെങ്കിലും ഇത് മാത്രം മതിയാകുമായിരുന്നു. അത്രയേറെ ആശയ ഗാംഭീര്യമുള്ള, ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന, വലിയൊരു സന്ദേശം നൽകുന്ന ചെറിയൊരു അധ്യായമാണ് സൂറത്തുൽ അസ്ർ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിലെല്ലാം ഉണ്ട്. ഈമാനുണ്ട്, പിന്നെ സൽക്കർമ്മങ്ങളുണ്ട്, സത്യം കൊണ്ടുള്ള പരസ്പര ഉപദേശമുണ്ട്. അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതിനെ നേരിടേണ്ടി വരുന്ന ക്ഷമയെ സംബന്ധിച്ച് പറയുന്നത്. ഇതൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ശ്രദ്ധിക്കാത്തവർ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് മൊത്തത്തിൽ എല്ലാ നഷ്ടത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി, ഒരു പോയിന്റും കൂടി ഇതിനോട് ആഡ് ചെയ്തു കൊണ്ടിട്ടെ. നമുക്ക് ഈ ഐഹിക ജീവിതത്തിൽ ഇവിടെ എന്ത് നഷ്ടം സംഭവിച്ചാലും അത് നമുക്ക് തരണം ചെയ്ത് പോകാൻ, തിരുത്താനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പൊ കച്ചവട നഷ്ടം പറ്റി, വേറെ മാർഗങ്ങളിലൂടെ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരും. ഒരു കൃഷി നശിച്ചുപോയി, അടുത്ത കൃഷി ചിലപ്പോൾ ഏറ്റവും വലിയ ലാഭകരമായി വന്നെന്ന് വരും. ഒരു പരീക്ഷ പരാജയപ്പെട്ടു, അടുത്ത പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി വിജയിക്കാൻ കഴിഞ്ഞെന്ന് വരാം. ഒരു മത്സരം അതിൽ പരാജയപ്പെട്ടു, അടുത്ത പ്രാവശ്യം ഏറ്റവും ഉന്നതമായ വിജയം നേടാൻ കഴിഞ്ഞെന്ന്. ഇതൊക്കെ ഇവിടെ തിരുത്താനും പരിശ്രമിക്കാനും മാറ്റാനും ഒക്കെ അവസരമുണ്ട്. പക്ഷേ പരലോകത്തെ നഷ്ടം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് തിരുത്താൻ നമുക്ക് കഴിയില്ല. തിരുത്തൽ ഇവിടെ തന്നെ ആകണം. മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം വളരെ ശ്രദ്ധേയമാണ്. പ്രവാചകൻ പറഞ്ഞു, ദുനിയാവ് മുർത്തഹിലത്തുൻ ദാഹിബ. അങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷം കഴിയുമ്പോഴും അങ്ങോട്ട് പോവുകയാണ്. ഓരോ സെക്കൻഡ് പിന്നിടുമ്പോഴും അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പിന്നിടുമ്പോൾ അത്രേ. നമ്മളൊക്കെ സാധാരണ പറയാനല്ലേ, വെള്ളിയാഴ്ച എത്ര വേഗം വരുന്ന, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഇവിടെ ഇരുന്നതേ ഉള്ളൂ, ഇതേ വെള്ളിയാഴ്ച എത്തി. അങ്ങനെ പോവാണ്. മുർത്തഹിലത്തുൻ ദാഹിബത്തുൻ, പോയിക്കൊണ്ടിരിക്കും. വഹാദിഹിൽ ആഖിറ മുർത്തഹിലത്തുൻ ഖാദിമത്തുൻ. പരലോകമുണ്ടല്ലോ, അത് യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുക്കലേക്ക്. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ. ദുനിയാവിനും ആഖിറത്തിനും അതിൻ്റെതായ സന്താനങ്ങളുണ്ട്, അതിൻ്റെതായ ആൾക്കാരുണ്ട്. ഫൈനിസ്തതഅ്തും അല്ലാ തകൂനു മിൻ ബനി ദുനിയാ ഫഫ്അലു. ദുനിയാവിന്റെ സന്തതികളായി മാത്രം മാറാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഫഇന്നകുമുൽ യൗമ ഫീ ദാരിൽ അമൽ. ഈ ലോകം എന്ന് പറയുന്നത് പരിശ്രമത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ലോകമാണ്, വീടാണ്. വലാ ഹിസാബ്, ഇവിടെ വിചാരണയില്ല. വഅന്തും ഗദൻ, നിങ്ങൾ നാളെ ഫീ ദാരിൽ ആഖിറ, പരലോകം എന്ന ഭവനത്തിലാണ്. വലാ അമല, അവിടെ അമലുകളില്ല, വിചാരണ മാത്രമേ ഉള്ളൂ. ഈ ഒരു വ്യത്യാസം ഇവിടത്തെയും അവിടത്തെയും നഷ്ടത്തിൽ തമ്മിലുണ്ട് എന്ന് നാം തിരിച്ചറിയുക, മനസ്സിലാക്കുക. ജീവിതം ഇഹത്തിലും നഷ്ടവും പരലോകത്തിലും നഷ്ടമാകുന്ന ഒരു തരത്തിലുള്ള സ്വഭാവങ്ങളും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിവിന്റെ പരമാവധി നമ്മൾ എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വിജയം കൈവരിക്കുന്ന അവന്റെ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടില് 2 വാക്കുകൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് SIR എന്ന് പറയുന്ന വാക്ക്. എന്ന് പറഞ്ഞാൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നാണല്ലോ അതിന്റെ മലയാളത്തിൽ അർത്ഥം. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് ഇംഗ്ലീഷിൽ. അത് പറയാത്തവരും കേൾക്കാത്തവരും അതിനുവേണ്ടി ഓടാത്തവരും ആരുമില്ല.
രണ്ട് വാക്കുകളും ഈ സമൂഹത്തെ തുറിച്ചു നോക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഇത് തന്നെ ഈ പറഞ്ഞ SIR എന്ന് പറയുന്നത് തന്നെ ഇപ്പം നടപ്പിൽ വരുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി കയറി ഇറങ്ങിയിട്ട് കോടതി ഇത് അവസാനിക്കേണ്ട തൊട്ടു മുമ്പുള്ള 2 ദിവസം കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് വിധി പറയാൻ വേണ്ടി. സാധാരണ നമ്മളൊക്കെ കാണാറ്, എനിക്കറിയില്ല, ഇവിടെ അഭിഭാഷകന്മാരൊക്കെ ഉണ്ടാവും, സാധാരണ നമ്മളൊക്കെ കാണുന്ന ഒരാൾ എമർജൻസി ആയ അടിയന്തര പ്രാധാന്യമുള്ള ഒരു സാധനം കൊണ്ടുപോയി കൊടുത്താല് തൽക്കാലം സ്റ്റേ ചെയ്തിട്ട് പിന്നെ വിചാരണയാണ്, പിന്നെ വിധിയും കാര്യങ്ങൾ. ഇതല്ല, ഇതിങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. ഉദ്ദേശം എന്താണ് എന്ന് നമുക്കൊക്കെ മനസ്സിലാകുന്ന കാര്യമാണ്. അതവിടെ വെക്കട്ടെ. എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്, ഞാൻ ഈ വിഷയം അന്ന് ഈ മിമ്പറിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു വെക്കണം, നമ്മൾ വോട്ടർ പട്ടികയിൽ ചേർക്കേണ്ട നമ്മൾ ചേർക്കണം. പലരും അത് ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുക എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ, നിയമവും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നുകൊള്ളും. രണ്ടാമത്തെ വാക്ക് ഉമീദ് എന്ന വാക്കാണ്. ഉമീദ് പോർട്ടൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് ഇപ്പോൾ. അത് വഖഫുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഉമീദ് എന്ന വാക്കിന്റെ വിശാലത അല്ലെങ്കിൽ അതിന്റെ ഇത് പറയുന്നത് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നാണ് അത്രേ അതിന്റെ ഫുൾ നെയിം. ഉമീദ് എന്ന ചുരുക്കപ്പേരിലാണ് അത് അറിയപ്പെടുന്നത്. അവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ട് ആ വഖഫ് എന്നുള്ള ഒരു ചെറിയ വാക്ക് മാത്രം ആ പേരിൽ ഉൾപ്പെടുത്തി, ബാക്കിയൊക്കെ വേറെ പലതിലേക്കും പോയി. അതിൻ്റെയും എന്താണ് ദുരുദ്ദേശവും ഏറെക്കുറെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതും ഈ പറഞ്ഞതുപോലെ ഈ ഡിസംബർ 5-ാം തീയതിക്ക് മുമ്പ് വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യണം എന്ന നിർദ്ദേശം വന്നു കഴിഞ്ഞു. അപ്പൊ ചോദിക്കും, അത് ചെയ്യാതിരുന്നാൽ ഉള്ളതും കൂടി നഷ്ടപ്പെടും. സ്വാഭാവിക ഒരു നിയമം വന്നാൽ ആ നിയമം പാലിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിൽ വരുന്ന പ്രതിഷേധങ്ങളും പോരാട്ടങ്ങളും കാര്യങ്ങളും നിയമ പോരാട്ടങ്ങളും ഒക്കെ അതിന്റെ വഴിക്ക് അങ്ങോട്ട് നടക്കും. ഒരു നിശ്ചയിച്ച ഡേറ്റ് അതും നീട്ടിക്കിട്ടാൻ വേണ്ടി പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാധ്യത എത്രമാത്രം ഉണ്ടാകുമെന്ന് ഞാൻ ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത്രയേ ഉള്ളൂ അത്. ഇപ്പൊ ഏതായിരുന്നാലും ശരി, അത് ഇപ്പോൾ എല്ലാ ജില്ലകളിലും അതിന്റെ ഹെൽപ്പ് ഡെസ്കുകളും കാര്യങ്ങളും ഒക്കെ ആയി സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങൾ അത് ശക്തമായി നടത്തുന്നുണ്ട്. എല്ലാ സംഘടനകളും അവരുടേതായ ലെവലിൽ നടത്തുന്നുണ്ട്, പൊതുവായി നടത്തുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ നമ്മുടെ ഞാലകം പള്ളിയിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ ഒരു കൺവെൻഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ കൂടി നടത്തുന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. കഴിയുന്ന ആൾക്കാർ അതിൽ പങ്കെടുത്ത് ഈ വിഷയം ഒന്ന് പഠിക്കുക, മനസ്സിലാക്കുക. ഈ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആൾക്കാർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക. ഇത് ചെയ്യുന്നതിന് വേണ്ടി ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളാണ്. അതാണ് രണ്ടാമത്തെ വാക്ക്. ഇങ്ങനെ 2 വാക്കുകൾ ഇപ്പൊ ഇട്ട് കളിക്കുന്നുണ്ട്, ഒന്നിനു പുറമെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പണ്ടൊരാൾ പറഞ്ഞതുപോലെ വെള്ളത്തിൽ വീണ് ഒരിറക്കുന്നതിന് മുമ്പ് അടുത്ത വെള്ളം ഇങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ ഓരോ കാര്യങ്ങൾ ഈ ന്യൂനപക്ഷ സമുദായത്തിന്റെ മേലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമായിരിക്കാം. അള്ളാഹു അത് ജയിക്കാനുള്ള മാർഗവും തന്നേക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങളും അതിജയിച്ച് മുന്നോട്ട് പോകാൻ സർവശക്തനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഇസ്സത്ത്, നമ്മുടെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള സാഹചര്യം റഹ്മാനായ റബ്ബ് ഒരുക്കി തരുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. മുമ്പ് ഞാനിത് വിശദീകരിച്ചതാണ്. രണ്ടും സമയം തീരാൻ പോകുന്നത് കൊണ്ട് ഒന്നുകൂടി ഒന്ന് ഉണർത്തി എന്ന് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ നൂർഷാ സാഹിബിന്റെ ഡ്രൈവർമാരിൽ ഒരാളായ ആബിദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന്റെ ഡ്രൈവിങ്ങിലൊക്കെ യാത്ര ചെയ്യാറുള്ളതാണ് ഞാൻ സാധാരണ. ഇന്ന് രാവിലെ ബൈക്ക് ആക്സിഡന്റിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല, യുവാവാണ്, ആ ചെറുപ്പക്കാരന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവന്റെ മരണനിമിത്തം ആ കുടുംബത്തിനുണ്ടായ പ്രയാസങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തരണം ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മരണകാര്യം. അത് രണ്ടാമത്, നമ്മുടെ ഈ പള്ളിയിൽ സ്ഥിരമായി വരാറുള്ള നമ്മുടെ റഫീഖ്, SIK റഫീഖ്, അവനൊരു ആക്സിഡന്റിൽ പെട്ട് ചികിത്സയിലാണ്. തൊട്ടടുത്ത ദിവസം അവന്റെ മകളുടെ വിവാഹം ഫിക്സ് ചെയ്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ പ്രയാസങ്ങളെയും അകറ്റി കൊടുക്കുകയും എത്രയും വേഗം പൂർണ്ണ ആരോഗ്യവാനായി
ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരെയും റഹ്മാനായ റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധത്തിൽ നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.